വെൽക്കം ടു ഫ്ലൈം ബേഡ്സ്. ഞാൻ 2 ബോഗൺവില്ലയുടെ വെറൈറ്റി ഐറ്റംസിൻ്റെ ഒരു 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ പോട്ടി മിക്സ് തയ്യാറാക്കണേന്ന്. പിന്നെ ഒരാൾ എന്നോട് വിളിച്ച് ചോദിച്ചത് അവരുടെ വീട്ടിലധികം മണ്ണില്ലാന്ന്, അപ്പോൾ എന്തെങ്കിലും റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് മണ്ണിന് പകരം. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ബോഗൺവില്ല കഴിഞ്ഞ ദിവസം വാങ്ങിക്കൊണ്ട് വന്ന ബോഗൺവില്ല ഞാൻ റീപ്ലാന്റ് ചെയ്യാൻ പോവാണ്. 6 ഇഞ്ചിൻ്റെ പോട്ടിലുള്ള പ്ലാന്റാണ് ഞാൻ വാങ്ങിയായിരുന്നത്. അപ്പോൾ അതിപ്പോൾ കുറച്ച് ദിവസമായ കാരണം ഞാനത് പുതിയൊരു കുറച്ചുകൂടി വലിപ്പമുള്ള ചട്ടിയിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ കാണിച്ചു തരാം. അതായത് പോട്ടി മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കണേ, ഇതെങ്ങനെയാണ് പ്ലാന്റ് ചെയ്യണേ, ഇതിൻ്റെ ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ്, എന്തൊട്ടൊക്കെയാണ് വളം ചേർക്കേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തൊട്ടൊക്കെ ചേർക്കണമെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഞാൻ ഇത്തിരി വലിപ്പമുള്ളൊരു പോട്ടാണ് ഇവിടെ എടുത്ത് വെച്ചേക്കണേ. ഇതിൻ്റെ ഹോള് ഇതേ ഈ സൈഡിലാണ് ഇതിൻ്റെ ഹോള് കിടക്കണേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏതൊരു പോട്ട് റെഡിയാക്കണേക്കാൾ മുന്നേ ഇതിന് ഹോളുണ്ടോ നോക്കണം. ഹോളില്ലെങ്കിൽ ഈ വെള്ളം കെട്ടി നിന്ന് നമ്മുടെ ഈ ചെടി അഴുകി ചീത്തയായി പോവും. അപ്പോൾ ആദ്യം തന്നെ ഹോള് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് ഹോളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഹോള് ഞാൻ എന്നിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഓട്ട് കഷ്ണം എടുത്തിട്ട് ഈ ഹോളിൻ്റെ ഇവിടെ ഇങ്ങനെ മറച്ച് വയ്ക്കും. അപ്പോൾ ഈ മണ്ണ് വന്നടിഞ്ഞ് ഈ ഹോള് അടഞ്ഞു പോവില്ല. ഇത് നോക്കിയതേ ഈ ഭാഗത്ത് ഹോളുള്ളിടത്ത് ഞാൻ ഇത് വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മണ്ണ് കയറി കേടാവില്ല. പിന്നെ ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മെറ്റൽ, ബേബി മെറ്റലില്ലേ, ബേബി മെറ്റൽ എടുത്തിട്ട് ഈ ഏരിയയിലിടും. ഉണ്ടാ അപ്പോൾ ഈ ഏരിയയിൽ ബേബി മെറ്റലും കൂടി ഇട്ടു. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ മണ്ണ് വന്നടഞ്ഞ് ഈ ഹോള് പോവില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ ഇങ്ങനെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ ചേർക്കണ ഒരു ഐറ്റത്തിൻ്റെ പേരുകളൊക്കെ കാണിച്ചു തരാം. മണ്ണില്ലാത്തവർക്ക് അതുമാതിരി വലിയ പോട്ടിലൊക്കെ നടുമ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേർക്കണ സാധനമാണ് ഈ ഉമി. ഇത് നമ്മൾ കണ്ട ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് കേട്ടോ. ഇങ്ങനെ ഉമി എടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കണത് എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ സാധാരണ മേൽമണ്ണില്ലേ, വലിയ കട്ടയൊന്നും ഇല്ലാത്ത മേൽമണ്ണാണിത്. ഇത് നമ്മുടെ പറമ്പിൽ ഇങ്ങനെ തോട്ടിലൊക്കെ വന്നടിഞ്ഞ് കിടക്കണ മണൽ. നിങ്ങൾക്കതല്ലെങ്കിൽ പുഴയിലത്തെ മണൽ വേണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കാരണം ഇങ്ങനത്തെ എടുത്തേക്കാണ്. ഇതിന് പകരം എംസാൻഡ് എംസാൻഡ് പൗഡറൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ മണലിന് പകരം. അപ്പോൾ അത് ആകെ കേടായി പോവും. പിന്നെ ചേർത്തേക്കണത് വളങ്ങളായിട്ട് ഞാൻ ചേർത്തേക്കണത് കുറച്ച് ആട്ടുംകാട്ടം ചേർത്തിട്ടുണ്ട്. ഒരു പിടി ആട്ടുംകാട്ടവും ഒരു 2 പിടി ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കണത് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, ഇതും ഒരു പിടി ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കണത് എല്ലുപൊടി കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 പിടി എല്ലുപൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഉമി, ഈ ഉമി ഒരു ഹാഫ് ഭാഗത്തോളം നമുക്ക് ഉമി തന്നെ ചേർക്കാം. ഈ പോട്ടിൻ്റെ ഹാഫ് ഭാഗം ഉമി ഇടാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്ലാന്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ എളുപ്പമാണ്, കാരണം ലൈറ്റ് വെയിറ്റ് ആയിരിക്കും ഇത്. പിന്നെ വെള്ളം കെട്ടി നിന്ന് ഈ പ്ലാന്റ് കേടാവില്ല, അഴുകി പോവില്ല. എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഈ മിക്സ് ഇനി നമ്മൾ ഈ പോട്ടിലിൻ്റെ ഒരു ഇത്തിരി ഭാഗം, ഭാഗം ഈ മിക്സ് ചേർക്കണം. 1/4 ഭാഗം മതി കേട്ടോ. ഭാഗമായിട്ടുണ്ട്. ഈ പ്ലാന്റാണ് ഞാൻ ഇതിലേക്ക് മാറ്റി നടാൻ പോണത്. പ്ലാന്റിൻ്റെ പേര് അഞ്ജലി. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലേ, അവരിങ്ങനെ സ്പൂണിൽ പേര് എഴുതുന്നത് കണ്ട, പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ ഇതിൽ എഴുതിയേക്കണ പേര് എന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ജലി എന്നാണ്. കണ്ട, ഈ പ്ലാന്റിൻ്റെ പേര് അഞ്ജലി. ഇതിൻ്റെ ഫ്ലവർ ഇത്തിരി വാടിപ്പോയ കാരണം ഭംഗിയൊക്കെ പോയി. എന്നിട്ട് നമ്മൾ ചെയ്യണത് ഇത് മാറ്റുക, ആദ്യം സ്പൂൺ മാറ്റി വയ്ക്കുക, എന്നിട്ട് രണ്ടാമത് പ്ലാന്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലിടാം. ഈ
ഈ പ്ലാന്റ് ഉണ്ടല്ലോ നനച്ച് കുതിർത്ത് വെക്കരുത്. നനഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കമത്തുമ്പോൾ ഈ വേരുമേന്ന് ഈ മണ്ണൊക്കെ ഇങ്ങനെ വിട്ടുപോകും. അപ്പം അത് നമ്മുടെ ചെടിയുടെ ഇതിനെ ബാധിക്കും. പ്ലാന്റാണ് ഞാൻ നടാൻ പോണത്. ഇതെന്തിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ കമുത്താണ് ചെയ്യണത്. നമ്മൾ ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ കയ്യിലേക്ക് കമുത്താണ് ചെയ്യണത്. കണ്ട ഇങ്ങനെ ചിരട്ട കമത്തണ മാതിരി കമത്തിയിട്ട് ഇതങ്ങനെ തന്നെ എടുത്ത് അധികം ഷെയ്ക്ക് ചെയ്യാണ്ട് നമ്മൾ ഇതിലേക്ക് വെക്കണം. ഇതിനൊന്നും ഇളക്കം സംഭവിക്കാത്ത രീതിയിൽ വേണം കേട്ടോ അതിങ്ങനെ മാറ്റാൻ. എന്നിട്ട് ഈ ഗ്യാപ്പിലൊക്കെ നമ്മൾ നമ്മുടെ പോട്ടിംഗ് മിക്സ് ചേർക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ പ്ലാന്റിന് ഒരു അനക്കം പറ്റാത്ത കാരണം വേരൊന്നും കേടാവില്ല. കാരണം അത് അതിൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കണ പോലെ തന്നെ അതിന് ഫീൽ ചെയ്യുള്ളൂ. ഇതിൻ്റെ ഒരു മുക്കാ ഭാഗം മാത്രം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത്ര മതി. ഇപ്പം നമ്മുടെ പ്ലാന്റ് നട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ അഞ്ജലി എന്നുള്ള പേര് മറക്കാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഈ അഞ്ജലീനെ ഇവിടെ കുത്തിയും വയ്ക്കാം. ഇന്ന് ഈ പ്ലാന്റ് നന്നായി നനയ്ക്കാം. നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കാം. 2 ദിവസത്തേക്ക് ഇനി നനയ്ക്കണ്ട, തണലത്ത് വയ്ക്കാം. അപ്പോൾ അതിന് എന്തെങ്കിലും സ്ട്രെയിനൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ തണലത്തിരുന്ന് അത് ശരിയായിക്കോളും. അതിന് ശേഷം മാത്രം 3-4 ദിവസം കഴിഞ്ഞ് പതുക്കെ ചെറിയ വെയിലത്ത് വെച്ച് കൊണ്ടുവന്നാൽ മതി. നല്ലോണം നനയ്ക്കുക. അങ്ങനെ നമ്മുടെ ബോഗൺവില്ല പ്ലാന്റ് നമ്മൾ റീപോർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതിനെ തണലത്തേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. ഞങ്ങളുടെ ഈ ഗാർഡൻ നല്ലോണം പുല്ലിങ്ങനെ വളർന്ന് നിൽക്കായിരുന്നു. അപ്പം അത് അടി ചേർത്ത് വെട്ടിയേക്കാണ് കേട്ടോ. എങ്ങനെയാണ് ഇത് വെട്ടണേന്ന് ഞാൻ കാണിച്ചു തരാം. 2 ആളുകൾ വന്നിട്ടാണ് ഇത് വെട്ടണത്. അത് ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ ഗാർഡനിൽ പിടിപ്പിച്ചേക്കണത് മെക്സിക്കൻ ഗ്രാസ് ആണ് ഞങ്ങൾ പിടിപ്പിച്ചേക്കണേ. അപ്പോൾ അത് ഒരു സമയം എത്തുമ്പോൾ നമ്മളത് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് നിർത്തണം. അപ്പോൾ ഇവരാണ് ഈ കട്ട് ചെയ്യണത്. ഈ കട്ട് ചെയ്യണതിൻ്റെ പ്രത്യേകത, ഇവിടെ മെഷീൻ ഉണ്ട്, പക്ഷെ മെഷീൻ യൂസ് ചെയ്യില്ല. എന്താ ചേട്ടൻ മെഷീൻ യൂസ് ചെയ്യാത്ത ശരിക്കും? കളകൾ കിട്ടില്ല. പിന്നെ നമ്മുടെ എഡ്ജസ് ഒക്കെ കറക്റ്റ് കിട്ടണമെങ്കിൽ, ക്ലിയർ ആവണമെങ്കിൽ ഒക്കെ എളുപ്പം ഇതാണ്. പിന്നെ നല്ല ലെവൽ കറക്റ്റ് മെഷീനിലാകുമ്പോൾ പിന്നെ അത് അപ്പം തന്നെ പറക്കി കളയണ്ടേ, അല്ലെങ്കിൽ അത് പിന്നെയും കളയൊക്കെ ഉണ്ടെങ്കിൽ മുളയ്ക്കും, കുഴപ്പമില്ല. അപ്പം അതുകൊണ്ടാണ് ഇവരാണത് ചെയ്യണത്. പിന്നെ ഇത് നമ്മൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്തെന്നാ ചെയ്യേണ്ടത്? പച്ചപ്പ് നിലനിർത്താനായിട്ട് യൂറിയ നനയ്ക്കണം. നനയ്ക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ വേഗം കരിഞ്ഞു പോകും. നനച്ച് കഴിഞ്ഞാൽ 2 ആഴ്ചക്കുള്ളിൽ വീണ്ടും നല്ല പച്ചപ്പാവും അല്ലേ. അപ്പം നമ്മുടെ ബോഗൺവില്ലയ്ക്കൊക്കെ വളമൊക്കെ ഇട്ട് തണലത്ത്, അതായത് വെയിലില്ലാത്തടത്ത് വെച്ചാൽ ഇതുമാതിരി പൂക്കളൊന്നും ഉണ്ടാവില്ല. ഇതിന് ഏറ്റവും വേണ്ട ഐറ്റം എന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൺലൈറ്റ്. 24 മണിക്കൂർ കിട്ടണമെങ്കിൽ അത്രയും നല്ലത്. അതായത് പകൽ മുഴുവനെങ്കിലും കിട്ടണം. 12 മണിക്കൂറിൽ ഒരു 6-7 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഇതുപോലെ വെച്ചാലാണ് ഇത് പൂക്കളുണ്ടാവുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഫാക്ടം ഫോസ് ഇടാം, അല്ലെങ്കിൽ മറ്റേ 17 ഇടാം, പിന്നെ അല്ലെങ്കിൽ DAP വളങ്ങൾ ചേർക്കാം. പിന്നെ നമുക്ക് നമ്മുടെ മറ്റേ കപ്പലണ്ടി പിണ്ണാക്കും പിന്നെ ഇതൊരു സാധനം വേപ്പ് പിണ്ണാക്കും കൂടി പുളിപ്പിച്ചിട്ട് അങ്ങനെ ഒഴിക്കാം. ഒക്കെ 15 ദിവസം കൂടും കേട്ടാ. അങ്ങനെയൊക്കെ ചെയ്താൽ ഇതുമാതിരി നിറച്ച് പൂവുണ്ടാവും. ഇപ്പം ഈ വീട്ടിൽ ഒരു 10 വർഷമായിട്ട് എൻ്റെ പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കി തരുന്നത് ഇവർ 2 പേരാണ്.
അപ്പോൾ ആർക്കെങ്കിലും നമ്പർ വേണമെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൊടുക്കാം.